ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീമച്ചക്ക ഈ കറിച്ചക്ക എന്ന് പറയുന്നതാണ്. നമ്മളത് എടുത്തിട്ടുണ്ട്, നല്ല അരിഞ്ഞ് നമ്മൾ കിഴങ്ങൊക്കെ അരിയില്ലേ അതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഒന്ന് വെന്ത് വരാൻ കണക്കൂട്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴുകിയെടുത്ത ശേഷം നമ്മൾ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ഇനി അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറേ നേരം വെന്ത് വന്നതിന് ശേഷം നമ്മൾ വേവിക്കാൻ വേണ്ടി വച്ചിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വരില്ലേ, ആ സമയത്ത് കാണിച്ചു തരാം. ഇതേപോലെ കണ്ടോ, ഇപ്പം നല്ല വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങയുണ്ടല്ലോ, തേങ്ങ വറുത്തെന്ന് വെച്ചാൽ ഈ കളറിൽ കിട്ടണം, ബ്രൗൺ കളറിൽ. നമ്മൾ തേങ്ങ വറുത്ത ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. മുളക് പൊടിയും മല്ലിപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേണ്ട ഈ ഒരു ആ കളറിൽ വരണം. അല്പം നമ്മളിനി വറുത്തെടുത്തതിൽ നമ്മൾ ജാറിലിട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളല്പം മട്ടൻ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മട്ടൻ പൊടി അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് മണം കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ അങ്ങനെ ഇട്ടാം, ഇല്ലെങ്കിൽ അല്ലാതെയും കറി വെച്ചെടുക്കാം. കാരണം ഇത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ, പക്ഷേ വെള്ളം ചേർക്കാതെ അരയുമെന്ന് തോന്നിയില്ല. അപ്പോൾ നമ്മളല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഉണ്ടോ, നമുക്ക് ആ ഒരു കളറിൽ കിട്ടണം, എങ്കിലേ അത് തേങ്ങ നല്ല വരണ്ട് നല്ല നമ്മളത് അതനുസരിച്ച് കിണ്ടി എടുത്താലേ അതങ്ങനെ കിട്ടുള്ളൂ തേങ്ങ. അല്പം കൂടെ കളർ വേണമായിരുന്നു. അല്പം മുളക് പൊടി ഇനി ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിയായിരിക്കും, അതുകൊണ്ടാണ് പിന്നെ മുളക് പൊടി നമ്മൾ കൂടുതലിടാത്തത്. നമ്മളിനി കടുക് ഏകദേശം വെന്ത് ആയിട്ടുണ്ട്. നമുക്കിനി കടുക് താളിച്ചെടുക്കാം. നമ്മളെ ഇഷ്ടംപോലെ വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്, കയറി കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.